ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സീക്രീൻ. ഇപ്പോൾ നമുക്ക് ചക്കൻ്റെ സീസൺ ആണല്ലോ. എന്നാൽ നമുക്ക് ഇടിച്ചക്ക ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടെ അച്ചാറുണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. ഇടിച്ചക്ക ചെത്തിയിട്ട് കഴുകിയെടുത്തതിന് ശേഷം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. നമ്മൾ അച്ചാറിടുന്നത് ഇടിച്ചക്ക ആവുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരും എടുക്കുന്ന സമയത്ത് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇടിച്ചക്ക കൊണ്ട് അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് വിനീഗർ ഒഴിച്ചാൽ മതി. അതിനൊരു കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഓവറായിട്ട് കുക്കായിട്ട് വരണ്ട, ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് തിളച്ചാൽ മതി. എന്നാൽ തന്നെ അത്യാവശ്യം വെന്തോളും. ഒരു 5 മിനിറ്റിൽ കൂടുതലായിട്ടൊന്നും തിളപ്പിച്ചെടുക്കരുത്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റ് പറയുന്നില്ല. നമുക്ക് എത്രയാണോ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി എടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇടിച്ചക്ക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അച്ചാർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കായം പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി വന്ന സമയത്ത് ഇതിൽ കായം പൗഡറിൻ്റെ ടേസ്റ്റ് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു അച്ചാറിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാൽ കേട് വരാൻ സാധ്യത കൂടുതലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അപ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അച്ചാറുണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കുമ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ ടേസ്റ്റ് പച്ചച്ചുവ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മിനിമം ഒരാഴ്ച കഴിഞ്ഞിട്ടെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പോഴായിരിക്കും ഒറിജിനൽ ടേസ്റ്റ് വരിക. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അച്ചാറൊന്ന് വറവിട്ടെടുക്കണം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുക്കുന്നതോട് കൂടെ തന്നെ നമ്മുടെ ഇടിച്ചക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്പെഷ്യൽ ഇടിച്ചക്ക അച്ചാർ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്